മറ്റൊരു വാർത്തയിലേക്കാണ്. ഹൈറിച്ച് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി ഹൈക്കോടതി റദ്ദാക്കി. നടപടിക്രമങ്ങൾ പാലിച്ച് നടപടി തുടരാമെന്ന് ഹൈക്കോടതി. അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടിക്കെതിരെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയാണ് ഹർജി നൽകിയത്. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, ഹൈറിച്ച് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടിക്കെതിരെയാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവർ അത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടില്ല എന്നാണോ കണ്ടെത്തിയിരിക്കുന്നത്? എന്തെല്ലാമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്? അക്കൗണ്ടുകൾ അടക്കമുള്ള സ്വത്തുക്കൾ മരവിപ്പിച്ച നടപടി ചോദ്യം ചെയ്ത് ഹൈറിച്ച് മണി ചെയിൻ സ്ഥാപനത്തിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതിൽ ഈ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ അക്കൗണ്ടുകളും അതുപോലെ സ്വത്തുക്കളും മരവിപ്പിച്ചത്, സ്ഥിര നിക്ഷേപം അടക്കം മരവിപ്പിച്ചിരുന്നത് നടപടിക്രമങ്ങൾ പാലിച്ചല്ല എന്നായിരുന്നു. ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത് നടപടിക്രമങ്ങൾ പാലിച്ച് ഇതുമായിട്ടുള്ള നടപടികൾ തുടരാം, അല്ലെങ്കിൽ ഈ അക്കൗണ്ട് മരവിപ്പിക്കൽ അടക്കമുള്ള നടപടികൾ തുടരാം. എന്നാൽ ഇതിനുള്ള നടപടിക്രമങ്ങളുണ്ട്, നിയമപരമായ മാർഗങ്ങളുണ്ട്, ആ രീതിയിൽ ചെയ്യണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അന്വേഷണ ഏജൻസിയുടെ നടപടി തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി സമയബന്ധിതമായി അംഗീകരിച്ചിട്ടില്ല എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. അതുപോലെ ചുമതലയുള്ള കോടതിയുടെ അംഗീകാരമില്ലാതെ സ്വത്ത് മരവിപ്പിച്ച നടപടി തുടരാനാവില്ല എന്ന് ഹർജിക്കാർ ഉന്നയിച്ചിരുന്നു. സ്വത്ത് മരവിപ്പിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനല്ല ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് എന്നായിരുന്നു മറ്റൊരു വാദം. സ്വത്ത് മരവിപ്പിച്ച ജില്ലാ കളക്ടറുടെ നടപടി നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഈ നടപടി റദ്ദാക്കണം എന്നായിരുന്നു ഹൈറിച്ച് കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ കോടതി ഏതായാലും ഇപ്പോഴുള്ള നടപടി റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് മറ്റ് നടപടിക്രമങ്ങൾ പാലിച്ച് വീണ്ടും ഇത്തരത്തിലുള്ള നടപടി തുടരാം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ശരി ഷബ്ന, ഹൈറിച്ച് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി ഹൈക്കോടതി റദ്ദാക്കി. നടപടിക്രമങ്ങൾ പാലിച്ച് നടപടി തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടിക്കെതിരെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയാണ് ഹർജി നൽകിയത്.